ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തിൽ ലോകമാകെ പ്രസിദ്ധമായ പ്രാർത്ഥനയാണല്ലോ സമാധാന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും എന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഹോട്ടലിൽ ഭക്ഷണത്തിന് കയറിയാൽ തരുന്ന ഭക്ഷണത്തെ വിശ്വസിക്കണം. ആശുപത്രിയിൽ ഡോക്ടറെ നമ്മൾ വിശ്വസിക്കണം. പ്ലെയിനില്, ട്രെയിനില്, ബസ്സില് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവറെ, പൈലറ്റിനെ വിശ്വസിക്കണം. എന്നാൽ സംശയം പല രീതിയിൽ വരാറുണ്ട്. ബുദ്ധിപരമായ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, വൈകാരിക തലത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, ആത്മീയമായ ധാർമ്മികമായ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്, തന്റെ നിലനിൽപ്പിനെ തന്നെ സംശയിക്കുന്നതായ അവസ്ഥാവിശേഷം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളിലൂടെ ഒരു വ്യക്തി കടന്നു പോകാറുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് വിശ്വാസത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും എന്ന് ഏതാനും ജീവിത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിരാശയുള്ളിടത്ത് പ്രത്യാശ, നിരാശയുടേതായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ ചില അവസരങ്ങളിൽ മരണം, വേർപാട്, പരാജയം, ജോലി നഷ്ടം, സാമ്പത്തിക നഷ്ടം, കുടുംബ തകർച്ച, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിരാശ മനുഷ്യനെ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അത് ആത്മീയമായ നിരാശയുണ്ടാകാം, ധാർമ്മികമായ നിരാശയുണ്ടാകാം. അത്തരത്തിൽ നിരാശയിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. ഈ നിരാശയുള്ളിടത്ത് പ്രത്യാശയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും എങ്ങനെ കോർത്തിണക്കി ജീവിക്കാം എന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഹെലൻ കെല്ലർ, അമേരിക്കയിലെ അലബാമയിൽ 1880 ജനിച്ച ഹെലൻ കെല്ലർ 1968 വരെ ഈ ലോകത്തിൽ ജീവിച്ചു. 19ാം മാസത്തിൽ തന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, തന്റെ ശ്രവണശക്തി നഷ്ടപ്പെട്ടു, ഒരു പ്രത്യേക രോഗം വന്നു. തന്റെ ജീവിതത്തിലെ ഒരു അധ്യാപികയിലൂടെ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി. അന്ധകാരമായിരുന്ന തന്റെ ജീവിതത്തിൽ, ഇരുട്ടിലായിരുന്ന തന്റെ ജീവിതത്തിൽ പ്രകാശത്തിലേക്ക് അവൾ എത്തിച്ചേർന്നു. ലോകത്തിൽ തന്നെ പ്രത്യാശയുടെ പ്രതീകമായി ഹെലൻ കെല്ലർ മാറി. എങ്ങനെയാണ്? ഒരു ദിവസം ഈ ടീച്ചർ ഒരു പമ്പ് ഉപയോഗിച്ച് വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചപ്പോൾ കൈപ്പത്തിയിൽ വാട്ടർ എന്ന് എഴുതി. അപ്പോഴവർക്ക് ഹെലൻ കെല്ലറിന് മനസ്സിലായി ഓരോ വാക്കിനും അർത്ഥമുണ്ട്, ഓരോ വാക്കിനും പേര്, ഓരോ വസ്തുക്കൾക്കും പേരുകളുണ്ട്. അത് അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായമായിരുന്നു. അവൾ പഠിക്കുവാൻ തുടങ്ങി. അവൾ പ്രത്യാശയുടെ പ്രവാചകയായി ലോകത്തിൽ അറിയപ്പെടുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി വിക്ടർ ഫ്രാങ്ക്ലിനാണ്. 1880 വിയന്നയില് ജനിച്ച, ഓസ്ട്രിയയിലെ വിയന്നയിൽ ജനിച്ച വിക്ടർ ഫ്രാങ്ക്ലിൻ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതിക്രൂരമായ പീഡനത്തിന് സാക്ഷ്യം വഹിച്ചു. തന്റേതായ പ്രിയപ്പെട്ടവരുടെ എല്ലാം ജീവൻ അപഹരിക്കപ്പെട്ടത് കാണുന്നു. തന്റേതായത് തന്നെ എല്ലാം എടുക്കപ്പെട്ടു, വസ്ത്രങ്ങൾ പോലും എടുക്കപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളും തന്റെ നിലനിൽപ്പിനെ തന്നെ ഇനി എന്തിനു ജീവിക്കുന്നു എന്ന വെല്ലുവിളിയെ നേരിട്ട വിക്ടർ ഫ്രാങ്ക്ലിൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്റെ കുടുംബാംഗങ്ങളെ അവർ എടുത്തു, എന്റെ വസ്ത്രം പോലും അവർ എടുത്തു, എന്നാൽ എന്റെ ഉള്ളിൽ എങ്ങനെ ഞാൻ ചിന്തിക്കണം എന്ന് ആർക്കും എടുത്തു കളയാൻ സാധിക്കില്ല. അത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് വിക്ടർ ഫ്രാങ്ക്ലിൻ തീരുമാനിച്ചു. ഈ സഹനത്തിന്റെ വേളയിൽ ജീവിക്കുവാൻ, വൈ ഫോർ എക്സിസ്റ്റ് എന്ന ജീവിക്കുവാനുള്ള അർത്ഥം ഞാൻ കണ്ടെത്തിയാൽ എന്റെ ചുറ്റുപാടുകൾ എങ്ങനെ തന്നെ ആയിരുന്നാലും അവയെ നേരിടാൻ എനിക്ക് സാധിക്കുമെന്ന് വിക്ടർ ഫ്രാങ്ക്ലിൻ തന്റെ ജീവിതാനുഭവത്തിലൂടെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടും. ഇത്തരത്തിൽ ഹെലൻ കെല്ലറിന്റെ ജീവിതം, വിക്ടർ ഫ്രാങ്ക്ലിന്റെ ജീവിതം നമ്മളെ ചിന്തിപ്പിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നല്ല വിക്ടർ ഫ്രാങ്ക്ലിൻ ചിന്തിച്ചത്. അങ്ങനെയുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, മറിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്താണ് ജീവിതം ആവശ്യപ്പെടുന്നത്, എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ. അങ്ങനെയാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ ചിന്തിച്ചത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നിരാശയുള്ളടത്ത് പ്രത്യാശയുടെ മക്കളായി നമുക്ക് മാറാൻ സാധിക്കട്ടെ. യേശുവാകുന്ന ദിവ്യപ്രകാശത്തിലൂടെ
പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ മകനും മകളുമായി മാറാം. സമാധാനവും സൗഭാഗ്യം.